ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴിക്കോട് ബൈപ്പാസിലാണുള്ളത്. രാമനാട്ടുകരയിലെയും പന്തിരങ്കാവിലെയും ഐനിലത്തെയും ആലപ്പുഴയിലെയും എല്ലാം പുതിയ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക, കൂടെ ലൈക്കും നൽകുക. രാമനാട്ടുകര പുതിയ പാലം വാഹനങ്ങൾക്കായി തുറന്ന് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ പഴയ പാലം അടച്ചിടുകയും ചെയ്തിട്ടുണ്ട്. പഴയ പാലം ഇപ്പോൾ 2 വരിയാണ്. അത് പുതിയ ടാറിങ് ചെയ്ത് 3 വരിയാക്കും. 3 വരിക്കുള്ള സൗകര്യം ആ പാലത്തിനുണ്ട്. അതുപോലെ ആ പാലത്തിൻ്റെ ഇപ്പോഴത്തെ പെയിന്റ് മാറ്റി NH 66ൻ്റെ പാലങ്ങളുടെ കളറാക്കും. അധികം പഴക്കമില്ലാത്ത പാലമായതുകൊണ്ട് തന്നെ ബലം കൂട്ടൽ തുടങ്ങിയ വർക്കുകളുടെ ആവശ്യമില്ല. ഇനി കൈവരിയൊക്കെ മാറ്റുമോ എന്നറിയില്ല. ഇതും തൊണ്ടയാട് പാലവും ഒരേ സമയത്ത് ULCC ആണ് പണിതത്. തൊണ്ടയാടും പുതിയ പാലം തുറന്നിട്ടുണ്ട്. അതുപോലെ പഴയ പാലം അടിച്ചിട്ടുണ്ട്. ഐനിലം അണ്ടർപാസിൻ്റെ മേൽഭാഗത്ത് വർക്കുകൾ മൊത്തത്തിൽ തീർന്നു. 6 വരിയിൽ റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് ബൈപ്പാസിൽ രാമനാട്ടുകര മുതൽ അറപ്പുഴ പാലം വരെയുള്ള ഭാഗത്തെ വർക്കുകൾ 90% പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. അറപ്പുഴ പാലത്തിന്റെ മേലെ ഗർഡർ ലോഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഗർഡർ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗർഡർ ലോഞ്ചിന്റെ ഫുൾ വീഡിയോ വേറെ വരുന്നുണ്ട്. ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടോ ഓരോ ഗർഡർ വെക്കുന്നത്. മഴ പെയ്ത് പുഴയിലൊക്കെ ഫുൾ വെള്ളമാണ് കേട്ടോ. ഇതുവരെയും ഇത്രയും ഗർഡറുകളാണ് ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വലിയ പാലമാണ്. ഇനിയും ഒരുപാട് ഗർഡർ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. ഇവരുടെ സ്പീഡ് വെച്ച് നോക്കിയാൽ 2 മാസമെങ്കിലും ഈ ഒരു വർക്കിന് ഇനിയും വേണ്ടി വരും. പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ മേൽഭാഗത്ത് ഒരു പാലത്തിൻ്റെ ഫുൾ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പാലത്തിൽ മാസ്റ്റിക് പാഡൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അധികം വൈകാതെ ഇവിടെയും ടാറിങ് നടക്കും. നേരത്തെ തന്നെ അപ്രോച്ച് റോഡിൻ്റെ ഒക്കെ ടാറിങ് ഫുൾ തീർത്തതാണ്. 1 മാസത്തിനുള്ളിൽ പാലം തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു പാലം തുറക്കുന്നതോടുകൂടി വർഷങ്ങളായി പന്തീരങ്കാവ് ജംഗ്ഷനിൽ ഉണ്ടാവുന്ന വലിയ ബ്ലോക്കിന് ആശ്വാസമാവും. PDയുടെ അവസാന ഭാഗം ഹൈലൈറ്റ് മാളിനും മെട്രോ ഹോസ്പിറ്റലിനും ഇടയിലുള്ള പാറ പൊട്ടിക്കുന്ന വർക്കിലേക്കാണ്. ഈ പാറ പൊട്ടിക്കുന്ന വർക്ക് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു ഷേപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. കൂടുതൽ ദേശീയപാത വിശേഷങ്ങളുമായി വീണ്ടും വരാം.